നമ്മുടെ നാട്ടിൽ ഏകദേശം 100ഓളം വർഷങ്ങൾക്ക് മുമ്പ് കലിമത്തു തൗഹീദിന് വേണ്ടി രംഗത്തിറങ്ങി പ്രവർത്തിച്ചതായ ആ ഉലമാ സംഘത്തിന്റെ ആ ജീവിത രീതിയിലേക്ക് എങ്കിലും ചുരുങ്ങിയാൽ നാം മടങ്ങേണ്ടതുണ്ട്. ഐക്യത്തിലേക്ക് നാം മടങ്ങേണ്ടതുണ്ട്. നമ്മുടെ ഇടയിൽ വരുന്നതായ ചർച്ചകളൊക്കെ നമ്മുടെ മുമ്പന്മാരായ മദ്ഹബിന്റെ ഇമാമുകളുടെ ഇടയിലുള്ള ചർച്ചകളെ പോലെയാക്കി മാറ്റേണ്ടതുണ്ട്. അഥവാ ഗവേഷണ വിധേയമായ വിഷയത്തിലാണ് ചർച്ചയെങ്കിൽ അതിന് അതിൻ്റെതാകുന്ന ആ സ്ഥാനം നൽകുകയും എന്നിട്ട് നാം പരസ്പരം അതിൻ്റെ പേരിൽ ഭിന്നിക്കാതിരിക്കുകയും ചെയ്യലാണ് നാം വേണ്ടത്. അതാണ് നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതും ഖുർആനിന്റെ പ്രധാന ശാസനയും ഖുർആനിൽ നിന്നിട്ട് നാം ഉൾക്കൊള്ളേണ്ടതായ പ്രധാന ചൈതന്യവും അത് തന്നെയാണ്. അള്ളാഹു പറയുന്ന ശൈലി നിങ്ങൾ പലപ്പോഴും കേട്ട് പരിചയമുള്ള വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ എന്ന ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനിൽ അളീമിൽ നമ്മളോട് ഊന്നി പറയുന്ന രംഗമാണ് ഉദ്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാന. നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിലൂടെയാണ് ഇണക്കി ചേർത്തത്? നമ്മുടെ ഹൃദയത്തെ എന്തിലൂടെയാണ് നാം അടുപ്പിച്ചത്? എന്തിലൂടെയാണ് നാം അടുത്തത്? നാം തൗഹീദിലൂടെയാണ്. അതുകൊണ്ട് തൗഹീദിലൂടെ മാത്രമാണ് നമുക്ക് ഏകീകരിച്ചു എന്ന് അഭിമാനിക്കാൻ അവകാശമുള്ളൂ. അല്ലാത്ത പക്ഷം പല പേരിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പലരും സമ്മേളിക്കാറുണ്ട്, പലരും ഏകീകരിക്കാറുണ്ട്, പലരും യോജിക്കാറുണ്ട്. അതിന് യാതൊരു വിലയും ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ നമ്മളോടുള്ള കൽപ്പിച്ച ശൈലി ലൗ അൻഫഖത മാ ഫിൽ അർളി ജമീഅൻ മാ അല്ലഫത ബൈന ഖുലൂബിഹിം വലാകിൻ അല്ലാഹു അല്ലഫ ബൈനഹും എന്ന് അല്ലാഹു മറ്റൊരിടത്ത് പറയുന്നത് നിങ്ങൾ കേട്ട് പഠിച്ച കാര്യമായിരിക്കും, എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഭൂമിയിലുള്ള സർവ്വതും നിങ്ങൾ ചെലവഴിച്ചാൽ പോലും മാ അല്ലഫത ബൈന ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിന്റെ ഇടയിൽ ഐക്യമുണ്ടാക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതല്ല. അല്ലാഹയാണ് തൗഹീദിലൂടെ ഐക്യമുണ്ടാക്കിയത് എന്ന്. അപ്പോൾ അല്ലാഹ് ഐക്യമുണ്ടാക്കിയതായ ആ ആദർശത്തിലൂടെ ആ വിശ്വാസത്തിലൂടെ അല്ലാതെ നമുക്ക് ഐക്യം വീണ്ടെടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് എനിക്ക് ഉപദേശമെന്നോണം അല്ലെങ്കിൽ നസീഹത്ത് എന്നോണം ഈ സന്ദർഭത്തിൽ വിശുദ്ധ മസ്ജിദ് നബവിയുടെ പരിസരത്തിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിഷമമുള്ള നാട്ടിൽ വെച്ചിട്ട് ജിബ്രീൽ കറങ്ങിയതായ നാട്ടിൽ വെച്ചിട്ട് സ്വർഗ്ഗത്തോപ്പ് ഉൾക്കൊള്ളുന്നതായ ഈ മഹാ പരിസരത്തിൽ വെച്ചിട്ട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും സ്വർഗത്തിന്റെ അവകാശികളായി മാറുക. നാം സ്വർഗത്തിന്റെ അവകാശികളായി മാറണമെങ്കിൽ ഇവിടെ മദീനയിലുള്ള സ്വർഗത്തോപ്പുമായി ബന്ധപ്പെട്ട് ജീവിക്കണം. ആ സ്വർഗത്തോപ്പ് ലോകത്തിന് പഠിപ്പിച്ച പ്രധാന ഭാഗം അത് ഐക്യമാണ്. അതുകൊണ്ട് തന്നെ മദീനയിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ഉടനെ തന്നെ മുആഖാത്താണ് നടത്തിയത് സഹാബാക്കളുടെ ഇടയിൽ. അത് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെയാണ് മുആഖാത്ത് എന്നത് നാം മനസ്സിലാക്കണം. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ എപ്പോഴും സഹോദര ബന്ധത്തിൽ നിലകൊള്ളണം, തൗഹീദിന്റെ പേരിൽ നിലകൊള്ളണം. ഏത് നിലക്ക് നാം ചർച്ചയ്ക്ക് വിധേയമായ വിഷയത്തിൽ, ഗവേഷണ വിധേയമായ വിഷയത്തിൽ ചർച്ച വരികയാണെങ്കിലും അതിൻ്റെ പേരിൽ നാം ഭിന്നിക്കാൻ പാടുള്ളതല്ല എന്ന തത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മദീനയിലുള്ളതായ ഒരു പള്ളിയിൽ വെച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യം അള്ളാഹിനോട് ചോദിച്ചതിൽ 2 എണ്ണത്തിന് മറുപടി ലഭിച്ചു, 1 എണ്ണത്തിന് മറുപടി ലഭിച്ചില്ല എന്ന ഹദീസ് നമുക്ക് പരിചയമുള്ളതാണ്. ആ മറുപടി ലഭിക്കാത്തതായ ആ ഭാഗം ഏതാണ്? റസൂലുള്ളാഹി ഐക്യം നമ്മുടെ ഇടയിൽ ഉണ്ടാവണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹു അതിന് മറുപടി നൽകിയില്ല എന്ന് കേൾക്കുമ്പോൾ നാം എന്താ പഠിക്കേണ്ടത്? ആ ഐക്യം നാം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. മറ്റുള്ളവരിലേക്ക് ഏൽപ്പിച്ചാൽ ശരിയാവുന്നതല്ല. നാം ഉണ്ടാക്കിയെടുക്കേണ്ട നമ്മുടെ പ്രവർത്തനത്തിൽ കൂടി ഉണ്ടാവേണ്ടതാണ് ഐക്യം. ആ ഐക്യം ആദർശത്തിന്റെ പേരിലുള്ളതായ ഐക്യമായിട്ടാണ് അത് മാറേണ്ടത്. എന്നാലേ അള്ളാഹുവിൻ്റെ അടുക്കൽ അത് സ്വീകാര്യോഗ്യമായതായി മാറുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കൽപ്പനകൾ വളരെ വിശാലമായ കൽപ്പനകളിൽ വളരെ മുഖ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യം നൽകിയതായ ഒരു ഭാഗമാണ് ഞാൻ ഇപ്പോൾ ചർച്ച ചെയ്തു വന്നതായ ഐക്യം. അതോടൊപ്പം ഖുർആനിന്റെ മറ്റു ചൈതന്യങ്ങളും ഖുർആനിന്റെ വിധി വിലക്കുകളുമെല്ലാം നാം അതിന് മറുപടി നൽകിയോ ഇല്ലേ എന്നൊരു പരിശോധന ഓരോരുത്തരും നടത്തേണ്ടതുണ്ട്. നാം സാധാരണ സമ്മേളിക്കും, നാം സാധാരണ പ്രസംഗിക്കും, നാം സാധാരണ ലേഖനം എഴുതും. നമ്മുടെ ഇടയിൽ ലേഖനത്തിനോ പ്രസംഗത്തിനോ പ്രബോധത്തിനോ ഒരു വീഴ്ചയുമില്ല. വീഴ്ചകൾ നമ്മുടെ ഇടയിലുള്ളത് എന്തിലാണ്?
അത് പ്രാക്ടിക്കലാക്കുന്നുണ്ടോ ഇല്ലേ എന്നതിലാണ്. അത് പ്രത്യേകിച്ച് ബാധിക്കുന്നത് പ്രബോധകന്മാരെ, പ്രവർത്തകന്മാരെ, പണ്ഡിതന്മാരെയാണ്. എന്തുകൊണ്ട്? അവർ മറ്റുള്ളവർക്ക് മാതൃകയാവേണ്ടതാണ്. മാതൃകാ പുരുഷന്മാരായി അവർ ജീവിക്കണമെന്ന നിർബന്ധം ഇസ്ലാമിലുള്ളത് കൊണ്ട് തന്നെ ഐക്യത്തിൽ ഐക്യം, ലോകത്തിന്റെ മുമ്പിൽ അത് സ്ഥാപിച്ചുകൊണ്ട് ഉത്തുംഗശൃംഗത്തിലേക്ക് എത്തിയതായ സഹാബാക്കളുടെ ബാക്കിൽ അണിനിരക്കാനാണ് ഇസ്ലാം കൽപ്പിച്ചത്. സഹാബാക്കളുടെ ഇടയിൽ യുദ്ധത്തോടടുക്കുന്ന രൂപത്തിലുള്ളതായ ചർച്ച വരെ അവരുടെ ഇടയിൽ ഉണ്ടായ സന്ദർഭത്തിൽ വരേക്കും അവരുടെ ഇടയിൽ ഗ്രൂപ്പിസം ഉണ്ടായിട്ടില്ല, അവർ ഭിന്നിച്ചിട്ടില്ല എന്നതാണ് നാം പഠിച്ചതായ ഖുർആനിന്റെ തത്വം, ഖുർആന്റെ ചൈതന്യം. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം മറ്റൊരു വിഭാഗവുമായിട്ട് ചർച്ചയ്ക്ക് വിധേയമായ വിഷയത്തിലുള്ള ഗവേഷണത്തിൽ വരുന്ന ഇജ്തിഹാദി ചർച്ചയാണത്. അതിനെക്കുറിച്ചാണ് ബഗതി എന്ന വാക്ക് പറഞ്ഞത്. കാരണം മുഅ്മിനീൻ, മുസ്ലിമീങ്ങൾ എന്ന പദം അള്ളാഹു ആയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ചർച്ചകൾ വരുമ്പോൾ അവർ ഇസ്ലാമിൽ ഗേറ്റ് ഔട്ട് ആകുന്നില്ല. മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ ചർച്ച വരുമ്പോൾ അവർ ഏകീകരിക്കേണ്ടി വരും, ഏകീകരിക്കേണ്ടതാണ്, നിർബന്ധമാണ്. മുസ്ലിം ഗവൺമെന്റ് അതിനു വേണ്ടി പാടുപെട്ട ശേഷം അതിൽ നിന്നിട്ട് മുക്തരാവാൻ അവർ ഒരുങ്ങിയില്ലെങ്കിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ആക്രമിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അള്ളാഹിലേക്ക് അവർ മടക്കുന്നത് വരെ അവരോട് പോരാടണമെന്ന് മുസ്ലിം ഗവൺമെന്റിനോട് അള്ളാഹു കൽപ്പിച്ചു. എന്തിനു വേണ്ടിയാണ്? ഐക്യമുണ്ടാക്കാൻ വേണ്ടിയാണ്. ഐക്യത്തിന് വേണ്ടി ഇറക്കൽ വരെ അഥവാ പിരിവുണ്ടാക്കൽ വരെ ഇസ്ലാമിൽ അനുവദനീയമാണ്. ഐക്യത്തിന് വേണ്ടി വരികയാണെങ്കിൽ അല്പം കളവ് വരെ പറയൽ ഇസ്ലാമിൽ വിരോധമില്ല. കളവ് ഒരു മുസ്ലിം സുഹൃത്തിനെ മറ്റൊരു മുസ്ലിമിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി കളവ് വരെ പറയാമെന്ന് ഇസ്ലാം അനുവദിക്കുമ്പോൾ അത്രയും പ്രത്യേകത, പ്രാധാന്യം അള്ളാഹു നൽകിയതായ ഒരു ഭാഗമാണ് ഐക്യം എന്നത് ഇസ്ലാമിൽ.